എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രം. ഒന്നുകൂടെ പറയാണ്, രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർക്ക് ഏകദേശം 46 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ ശനിദശ നടക്കുന്ന കാലഘട്ടമാണ്. ഞാൻ ഈ 46, 65 വയസ്സെന്ന് പറഞ്ഞത് നമുക്ക് വ്യാഴം എത്ര വരെ കിട്ടിയെന്ന് അറിയണം. അതേപോലെ തന്നെ ശനി എത്ര വയസ്സിലാണ്. ചിലവർക്ക് 47, 48 വയസ്സിലായിരിക്കും ശനിദശ തുടങ്ങുന്നത്, 50 വയസ്സിലായിരിക്കും തുടങ്ങുന്നത്. അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി നിങ്ങളുടെ ഗ്രഹനില ഒന്നെങ്കിൽ അയച്ചു തരിക. അതേപോലെ തന്നെ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ ടൈം, വർഷം എല്ലാം കൂടെ എനിക്ക് അയച്ചു തന്ന് അത് നോക്കി അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. പൊതുവേ 46 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ രോഹിണി നക്ഷത്രക്കാർക്ക് ശനിദശ നടക്കുന്ന കാലമാണ്. രോഹിണി നക്ഷത്ര, രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള, ചിലവർക്ക് ശനിയും കൊണ്ട് നല്ല പ്രയോജനം ഉണ്ടാകും, ചിലവർക്ക് സാമ്പത്തിക നഷ്ടമാണ്. അതായത് ഈ നക്ഷത്രക്കാർ രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർക്ക് 46 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ കഷ്ടകാലങ്ങളുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഏത് ക്ഷേത്രത്തിൽ പോയാണ് വഴിപാടുകൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് വ്യക്തമാക്കി പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഭക്തജനങ്ങൾ ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കുക. ഇത് വാട്സപ്പ് നമ്പറും കൂടിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് സാമ്പത്തിക ലാഭം, അതായത് നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു സാമ്പത്തിക ലാഭമാണല്ലോ. മിക്കവർക്കുള്ളൊരു ഇതാണ്, എത്ര പണിയെടുത്താലും സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങളുണ്ടാകുന്ന സാമ്പത്തിക ലാഭമില്ല. 2022, 2023, 24, 25 അല്ലേ. അപ്പം അടുത്ത വർഷം നല്ലത് വരുന്ന വിചാരിക്കുന്ന നക്ഷത്രക്കാരുണ്ട്. 2025 നേട്ടം കിട്ടിയില്ല, വീണ്ടും അടുത്ത വർഷം എത്തുമ്പോഴത്തേക്ക് സാമ്പത്തിക നഷ്ടം തന്നെ. അപ്പോൾ എന്ത് ചെയ്താലാണ് രോഹിണി, അത്തം, തിരുവോണ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നത്? സ്വന്തമായിട്ട് വീട്, ഇല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാകും, വിവാഹ തടസ്സം നേരിടുന്നവരുണ്ടാകും, സ്വന്തമായിട്ട് വീട് വെക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്, പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 46 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ രോഹിണി നക്ഷത്രക്കാർ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് വീടിൻ്റെ അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ശനിയാഴ്ച ദിവസം രോഹിണി ഈ നക്ഷത്രക്കാരും അത്തം, തിരുവോണം നക്ഷത്രക്കാർ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളും ചെയ്താൽ മതി. എന്തായാലും ഒരു ദിവസത്തെ ജോലി കളഞ്ഞ് വഴിപാട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു ദിവസത്തെ ജോലിക്ക് പോകുമ്പോൾ അത്രയും സാലറി നമുക്ക് കുറയില്ല. അപ്പോൾ ജോലി കളഞ്ഞ് വഴിപാട് ചെയ്യേണ്ട. അഥവാ രാവിലെ അമ്പലത്തിൽ പോയി ഉള്ള ആൾക്കാരൊക്കെ ഭക്തജനങ്ങളാണെങ്കിൽ ചെയ്യുക. ചിലവർക്ക് ജോലി ടൈമിൽ 10 മണിക്ക് കയറിയാൽ മതി, ചിലവർക്ക് രാവിലെ കയറുന്നവരുണ്ടാകും. 10 മണിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ നേരത്തെ ഇറങ്ങി അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അഥവാ രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ദൂരത്തൊക്കെ ജോലിക്ക് പോകുന്നവരെ ഞായറാഴ്ച ദിവസം വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഞാൻ എടുത്തു പറയുന്നൊരു കാര്യമാണ്, രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർ പറയുന്ന വഴിപാടുകൾ ജോലി കളഞ്ഞ് വഴിപാട് ചെയ്യേണ്ട, ഞായറാഴ്ച ദിവസം വഴിപാട് ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു വന്ന ശനിയാഴ്ച ദിവസം നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട്, അതായത് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ ശാന്തിക്കാരനെ കണ്ടു പറയണം, ഇന്ന പോലെ ശനിദോഷങ്ങളുണ്ട്, അപ്പം ശനിക്ക് മാത്രമായിട്ട് പ്രത്യേക രീതിയിലുള്ള അർച്ചന ചെയ്തു തരാൻ പറയണം. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള പൂക്കളുണ്ടാവില്ല, ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം, ഈ നീല ശംഖുപുഷ്പം കൊണ്ട് കൊടുത്ത് ശനീശ്വരനെ അർച്ചന ചെയ്യിക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ ഒരു നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഫലം ഉണ്ടാകും. ശംഖുപുഷ്പം കൊണ്ട് തന്നെ ചെയ്യുക, നീല ശംഖുപുഷ്പം. അത് കിട്ടാത്തുള്ളവർ ഈ ശംഖുപുഷ്പം ചെയ്യേണ്ട കാര്യമില്ല. ചിലയിടത്തൊക്കെ ഈ ശംഖുപുഷ്പം കിട്ടാറില്ല. ശംഖുപുഷ്പം കിട്ടാത്ത ഭക്തജനങ്ങൾ സാധാരണ രീതിയിൽ താമരയോ ഇല്ലെങ്കിൽ ചെത്തിപ്പൂ കൊണ്ട് ഈ പറയുന്ന വഴിപാട് കാര്യങ്ങളൊക്കെ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര ഭഗവാന് ചെയ്യാം. ഏറ്റവും ഉത്തമം ശംഖുപുഷ്പം തന്നെയാണ്. അപ്പം തിരുമേനിയോടോ അവിടെ നിൽക്കുന്ന ശാന്തിക്കാരോട് പ്രത്യേകം പറയണം, ഈ ശനിദോഷ കാര്യങ്ങളുണ്ട്, ഈ ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്തു തരാൻ പറയണം. ഈ ഒരു തിരുമേനി അർച്ചന ചെയ്യുന്ന സമയത്ത് നമ്മൾ നവഗ്രഹങ്ങൾക്ക് 9 വലത്ത് വെക്കുക. വലത്ത് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത കാര്യം, നമ്മൾ വീട്ടിൽ പോയിട്ട്, അതായത് അരിപ്പൊടി പ്രത്യേകം ശ്രദ്ധിക്കുക, അരിപ്പൊടി കൊണ്ട് റൊട്ടി ഉണ്ടാക്കുക. റൊട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കല്ലേൽ ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പരത്തും. അതാണ് റൊട്ടി എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ റൊട്ടി എന്നാണ്, പലയിടത്ത് പല പേരായിരിക്കും. അത് നമ്മൾ ഭക്തിപൂർവ്വം ചെയ്യുക അരിപ്പൊടി കൊണ്ട്. എന്നിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇടുക.
എണ്ണ തൂക്കുക. എന്നിട്ട് ഈ റൊട്ടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. എടുത്തിട്ട് ചെറിയ അരിപ്പൊടി ഉണ്ടായിരിക്കണേ, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ വടക്ക്, അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത്, തെക്ക് കിഴക്ക് വെക്കരുത്, വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ചെറിയ ഇലക്കകത്ത് കാക്കയ്ക്ക് സങ്കല്പിച്ച് വെക്കുക. അതായത് ചെറിയൊരു പ്ലാസ്റ്റിക് ഗ്ലാസിനകത്ത് ഇച്ചിരി വെള്ളവും കൂടെ എടുത്ത് വെക്കുക. ഇത് ഒന്നോടെ ഉണ്ടാക്കി വെക്കുമ്പോൾ കാക്ക ചിലപ്പോൾ എടുക്കത്തില്ല. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇലക്കകത്താക്കി ഭക്തിപൂർവ്വം വിളക്കൊന്നും കത്തിച്ച് വെക്കേണ്ട, സാധാരണ രീതിയിൽ ശനീശ്വരനെ പ്രാർത്ഥിച്ച് വെക്കും. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് കാക്ക കഴിക്കുന്നതോട് കൂടി നമ്മുടെ ശനിദോഷത്തിന് നല്ല രീതിയിൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാകും. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, മരിച്ചു പോയവരാണ് കാക്കുന്നത്, ഒരിക്കലുമല്ല. കാകൻ അല്ലേ, കാകൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശനീശ്വരൻ്റെ വാഹനമാണ് കാക്ക, സംസ്കൃതത്തിൽ കാകൻ എന്ന് പറയും. അപ്പോൾ കാക്കയ്ക്ക് നമ്മൾ ഇത് പറയുന്ന അരിപ്പൊടി കൊണ്ട് റൊട്ടി പോലെ കല്ലേ പരത്തി അത് ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു വെള്ളം ചേർത്ത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർ വെക്കുകയാണെങ്കിൽ ശനിദോഷത്തിന് നല്ല രീതിയിൽ തന്നെ പരിഹാര കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകത്തില്ല, സാമ്പത്തിക ലാഭം ഉണ്ടാകും. അതേപോലെ തന്നെ ശനീശ്വര യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉത്തമമാണ്. അതേപോലെ തന്നെ ഇന്ദ്രനീലം, അതായത് ഇന്ദ്രനീലം വലത് കൈയിലെ നടുവിരലിൽ നമുക്ക് എന്താ പറയുക, കല്ല് ധരിക്കുന്നത്, മോതിരത്തിൽ വെള്ളിയിൽ ചെയ്യിക്കുന്നത് വളരെയധികം ശനിദശ കാലത്ത് വളരെയധികം ഉത്തമമാണ്. ഇതിൻ്റെ ഗുണമെന്ന് എന്താ വെച്ചാൽ നമുക്ക് സാമ്പത്തിക ലാഭമാണ്, നമ്മൾ ഉയരങ്ങളിലെത്തും. അതായത് ജോലി ചെയ്യുന്ന അനുസരിച്ച് ബിസിനസ്സുകൾക്ക് എന്താണ് പറയുക, ജോലി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഏത് മേഖലയിൽ നിന്നാലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന എന്താണ് പറയുന്നത്, ശനീശ്വരന് ശംഖുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുന്ന, റൊട്ടി ഉണ്ടാക്കി വെക്കുന്നത്, രത്നങ്ങൾ ധരിക്കുന്നത്, അതേപോലെ തന്നെ ശനീശ്വര യന്ത്രം ധരിക്കാം. അതേപോലെ തന്നെ ഈ തിരുവോണം രോഹിണി അത്തം നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 വലത്ത് വെച്ച് നവഗ്രഹ അർച്ചനയും കഴിക്കുന്നത് ഉത്തമമാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, നമുക്ക് അധികം പൈസ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് 46 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല. അസുഖങ്ങളൊക്കെ മാറുകയും ചെയ്യും. അസുഖങ്ങൾ മാറണമെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ മരുന്നും കഴിക്കുക, ഒപ്പം തന്നെ വഴിപാടും ചെയ്യുമ്പം രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും. അപ്പോൾ ശനിദോഷത്തിന് കറക്റ്റ് രീതിയിലായിട്ടുള്ള പരിഹാര കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പരിഹാരമാണ് ശാസ്താവിനെ എള്ള് കത്തിക്കുന്നത്, ശാസ്താവിനെ നീലാഞ്ജനം കത്തിക്കുന്നത്. 2 രീതിയിലുണ്ട്. സാധാരണ ഒരു ഉള്ളിഴി എടുത്തിട്ട് തലക്കൊഴിഞ്ഞ് കത്തിക്കാം, അതുപോലെ തന്നെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീലാഞ്ജനം കത്തിക്കുക. അത് നമ്മൾ പൊതുവെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പനി വന്ന് നമുക്ക് എല്ലാവരും കഴിക്കുന്ന ഒരു ഗുളികയാണ് പാരാസെറ്റമോൾ. അത് പൊതുവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ശാസ്താവിന് നീലാഞ്ജനം. പക്ഷേ ശനിദോഷത്തിന് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള പരിഹാര കാര്യങ്ങളാണ് ഈ പറഞ്ഞത് 3 പരിഹാരങ്ങൾ. ഒന്ന്, നീല ശംഖുപുഷ്പം കൊണ്ട് ശനീശ്വരന് അർച്ചന ചെയ്യുക. അത് മാസത്തിൽ ഒരു തവണയെങ്കിലും നീല ശംഖുപുഷ്പം സംഘടിപ്പിച്ച് ചെയ്യാൻ വളരെ ഉത്തമമാണ്. പിന്നെ ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താണ്, നമ്മൾ റൊട്ടി ഉണ്ടാക്കി കാക്കയ്ക്ക് കൊടുക്കുക. പിന്നെ മൂന്നാമതായിട്ടുള്ള ശനീശ്വരൻ്റെ കല്ല്, അതായത് ഇന്ദ്രനീലം ധരിക്കുക, ശനീശ്വര യന്ത്രം ധരിക്കുക. ഈ 3 കാര്യമാണ് ശരിയായ രീതിയിലുള്ള ശനീശ്വരൻ്റെ പരിഹാരമായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു പരിഹാരമാണ്. നമ്മൾ ആ ഒരു നീലാനം ചെയ്യുമ്പോൾ അന്നത്തെ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് മാറ്റാവും, വീണ്ടും പഴയതുപോലെ. പക്ഷേ ഈ ഭക്തജനങ്ങൾ നമ്മുടെ പക്കപ്പിറന്നാൾ തോറും നമ്മൾ മാസം ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും, നമുക്ക് ദോഷങ്ങൾ കുറയുകയും ചെയ്യും, നമുക്ക് ഈശ്വരനിലേക്ക് വിശ്വാസം കൂടുകയും ചെയ്യും. ഇപ്പോൾ സാധാരണ മിക്ക ഭക്തജനങ്ങളും 21 ആഴ്ച ഇല്ലെങ്കിൽ 21 ദിവസം അടുപ്പിച്ച് നീലാഞ്ജനം ചെയ്യുന്നവരുണ്ട്. ചിലവർക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പനി വന്നാൽ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗുളികയാണ് പാരാസെറ്റമോൾ. നമ്മൾ ഈ പാരാസെറ്റമോൾ ഗുളിക കഴിക്കുമ്പോൾ ചെറിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. നമ്മൾ ഡോക്ടറെ അടുത്ത് പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ വീണ്ടും അതിൽ ഡോസ് കൂടിയ ഗുളികയായിരിക്കും കഴിക്കുന്നത്, അല്ലേ? അപ്പം ചില ശനിദോഷത്തിന് കോമൺ ആയിട്ടുള്ള വഴിപാടാണ്. പക്ഷേ ഈ പറയുന്ന വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ഭക്തജനങ്ങൾക്ക് വിശ്വാസ കാര്യങ്ങൾ കൂടും, സാമ്പത്തിക ലാഭം മാറും, ശത്രുദോഷം മാറും. നമ്മൾ ഏത് തൊഴിലിലാണോ നിൽക്കുന്ന ആ തൊഴിലിൽ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും, നമുക്ക് മനസ്സിനെപ്പോഴും സന്തോഷം ഉണ്ടാകാൻ പറ്റും. അപ്പോൾ രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർ 46 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ വളരെയധികം ശ്രദ്ധിക്കുക. ഈ പറയുന്ന വഴിപാടുകൾ ആഴ്ച ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭക്തജനങ്ങൾ പക്കപ്പിറന്നാൾ തോറും ഈ വഴിപാടുകൾ ചെയ്യുക. നവഗ്രഹത്തിൽ 9 വലത്ത് വെക്കുക, ശനീശ്വരൻ്റെ അടുത്ത് ദർശനം നടത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗ്യങ്ങൾ ഉയരും, നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകും, എല്ലാത്തിലും വിജയിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയുന്നത്, ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കുക. അപ്പം തിരുവോണം, അത്തം, രോഹിണി നക്ഷത്രം പേടിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. ശനിദോഷത്തിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ പരിഹാരങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. വീഡിയോ ഒന്ന് ഷെയറും കൂടെ